أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീഹ് മൗദ് അലിഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകിയ വിശുദ്ധ ഖുർആന്റെ ആധ്യാത്മിക ജ്ഞാനങ്ങളും അതുപോലെ തൻ്റെ ഗ്രന്ഥങ്ങളിലും പാഠങ്ങളിലും പ്രസ്തുത ജ്ഞാനങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ടി ഉപദേശിച്ചതിനെക്കുറിച്ച് കഴിഞ്ഞ 2 ഖുതുബകളിൽ ഞാൻ വിവരിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ആധ്യാത്മിക ഖജനാവുകൾ നമ്മെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കാൻ ഉതകുന്നതാണ്. അതുകൂടാതെ മറ്റൊരു മാർഗവും ദൈവപ്രാപ്തിക്കും ദൈവസാമീപ്യത്തിനും വേണ്ടിയില്ല. ഹസ്രത്ത് മസീഹ് മൗദ് അലിഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഒരു കവിതാ ശകലത്തിൽ ഇപ്രകാരം പറയുന്നു: ഖുറാൻ ഖുദാ നുമാ ഹെ, ഖുദാ കാ കലാം ഹെ, ബേ ഇസ്കെ മാരിഫത്ത് കാ ചമൻ നാ തമാം ഹെ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ നിദർശനമാകുന്നു, അള്ളാഹുവിൻ്റെ വചനമാകുന്നു. ഇതിൻ്റെ ആധ്യാത്മിക ജ്ഞാനമില്ലാത്തിടത്തോളം ഈ പൂങ്കാവനം അപൂർണമാകുന്നു. ഈ കാര്യമാണ് ഏത് സമയത്തും നാം മുന്നിൽ വെക്കേണ്ടത്. ദൈവസാമീപ്യവും ദൈവതൃപ്തിയും ആഗ്രഹിക്കുന്നെങ്കിൽ, നാം നമ്മുടെ ഇഹപരലോകങ്ങൾ നന്നാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. എന്നാൽ ഖുർആൻ മാത്രമാണ് അതിനുള്ള മാർഗം എന്നും മനസ്സിലാക്കുക. മാത്രമല്ല, അതിൻ്റെ ആധ്യാത്മിക ജ്ഞാനങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു അയക്കുകയും നിശ്ചയിക്കുകയും ചെയ്ത ഒരു മാർഗദർശിയുടെ അനിവാര്യതയും നമുക്കുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസനായ ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്നു. അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ നാനാവശങ്ങളിലേക്ക് വളരെ ഗഹനമായി വെളിച്ചം വീശുകയും അതിൻ്റെ സൗന്ദര്യത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതേക്കുറിച്ച് കഴിഞ്ഞ 2 ഖുതുബകളിൽ ഞാൻ വിവരിച്ചതുമാണ്. അദ്ദേഹം വിവരിച്ച വൈജ്ഞാനിക ഖജനാവിൻ്റെയും വിശുദ്ധ ഖുർആൻ പരിജ്ഞാനത്തിൻ്റെയും ഈ ശൃംഖല ഇവിടെ അവസാനിച്ചിട്ടില്ല. മറിച്ച് ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഇത് സംബന്ധമായി വിവരിക്കുന്നതാണ്. ഇന്നും ഈ വിഷയത്തെ തുടർന്ന് കൊണ്ടുപോകുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതകളെയും സ്ഥാനത്തെയും മഹാത്മ്യത്തെയും സംബന്ധിച്ച് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാഠങ്ങളുടെയും ലിഖിതങ്ങളുടെയും വെളിച്ചത്തിൽ ഞാൻ വിവരിക്കുന്നതാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ സ്ഥാനവും പ്രാധാന്യവും സംബന്ധിച്ച് ഏറെ ആഴത്തിൽ നമ്മെ മനസ്സിലാക്കി തരികയും അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനും ഖുർആനിക അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കാനുമുള്ള തിരിച്ചറിവ് നമുക്ക് നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ആയതിനാൽ വളരെ അവധാനപൂർവം നമ്മൾ ഈ കാര്യങ്ങൾ ശ്രവിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം. അങ്ങനെ നമ്മുടെ ജീവിതോദ്ദേശം കരസ്ഥമാക്കുന്നവരായി നാം മാറണം. വിശുദ്ധ ഖുർആൻ ദൈവവചനങ്ങളാണ് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ലാല ഭീം സിംഗ് ആറിനെ അയച്ച ഒരു കത്തിൽ ഇപ്രകാരം എഴുതുകയുണ്ടായി. മസീഹ് മൗദ് അലൈഹി സ്വലാം അരുളുന്നു: കുറച്ച് ദിവസങ്ങളായി ലേഖറാം എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ, അയാൾ ആര്യനായിരുന്നു, ബ്രാഹ്മണനായതാണ്, കാദ്യാനിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, വേദങ്ങൾ ദൈവവചനങ്ങളാണ്, എന്നാൽ വിശുദ്ധ ഖുർആൻ ദൈവവചനമല്ല. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ വേദങ്ങൾ ദൈവവചനമാണെന്ന് വാദിക്കുന്നു, എന്നാൽ ഞാൻ അവയെ അതിൻ്റെ നിലവിലെ അവസ്ഥ മാനിച്ചുകൊണ്ട് ദൈവിക വചനങ്ങളാണെന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം അതിൽ ഷിർക്കിൻ്റെ അധ്യാപനങ്ങളുണ്ട്. ഷിർക്കിൻ്റെ, അന്യാരാധനയുടെ, ബഹുദൈവാരാധനയുടെ അധ്യാപനങ്ങൾ എങ്ങനെയാണ് ദൈവിക വചനങ്ങളാകുക? അതുകൂടാതെ മറ്റു പല അവിശുദ്ധ
അധ്യാപനങ്ങളും അതിലുണ്ട്. എന്നാൽ ഞാൻ വിശുദ്ധ ഖുർആനെ ദൈവവചനമായി തന്നെ മനസ്സിലാക്കുന്നു. കാരണം അതിൽ ഷിർക്കിന്റെ അധ്യാപനങ്ങളോ അവിശുദ്ധ അധ്യാപനങ്ങളോ ഇല്ല തന്നെ. മാത്രമല്ല അതിനെ പിന്തുടരുന്നത് മൂലം ജീവൽ ദൈവത്തിന്റെ മുഖം ദർശനീയമാകുന്നു, അത്ഭുത ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുന്നു. ചുരുക്കത്തിൽ ദൈവിക വചനങ്ങളാകുന്നതിന്റെ നിബന്ധന അത് ഷിർക്കിൽ നിന്നും മുക്തവും അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവിക മുഖം കാണപ്പെടുകയും ചെയ്യണമെന്നതാണ്. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുഖം നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്? അത് നമുക്ക് സഹാബാക്കളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ സഹാബാക്കളിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം ഇസ്ലാമിന്റെ പ്രാരംഭ ദശയായിരുന്നു. അക്കാലത്തെക്കുറിച്ച് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എന്തുകൊണ്ടാണ് വിശ്വാസികളെ മേൽപ്പറഞ്ഞ അവസ്ഥയിൽ നിന്നും ഉന്നതമായ തലത്തിലേക്ക് എത്തിച്ചത് എന്ന് വ്യക്തമാകുന്നതാണ്. കാരണം വിശ്വാസികളായവരിൽ അധിക പേരും തങ്ങളുടെ ആരംഭഘട്ടത്തിൽ വന്യവും മൃഗീയവുമായ ജീവിതത്തിന്റെ അവസ്ഥയുമായാണ് വന്നിരുന്നത്. അവർ മ്ലേച്ഛമായ കർമ്മങ്ങളിലും ദുസ്വഭാവങ്ങളിലും അകപ്പെട്ടിരുന്നു. മനുഷ്യത്വത്തിൽ നിന്നും അവർ പുറന്തള്ളപ്പെട്ടിരുന്നു. തങ്ങൾ ദുഷ്കർമ്മകാരികളാണെന്ന ബോധം പോലും അവർക്കുണ്ടായിരുന്നില്ല. അതായത് നന്മയും തിന്മയും തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ ഖുറാനിക അധ്യാപനങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹവാസവും അവരിൽ ഉണ്ടാക്കിയ ആദ്യത്തെ പ്രഭാവം എന്തെന്നാൽ തങ്ങൾ പരിശുദ്ധിയുടെ വിശുദ്ധിയുടെ വസ്ത്രമില്ലാതെ തികച്ചും നഗ്നരാണ് എന്നും ദുഷ്കർമ്മങ്ങളുടെ മാലിന്യത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നും അവർക്ക് തിരിച്ചറിവുണ്ടായി എന്നതാണ്. അള്ളാഹു അവരുടെ ആദ്യാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് ഉലായിക കൽ അൻആമി ബൽഹും അദൽ, അതായത് അവർ നാൽക്കാലികളെ പോലെ ആകുന്നു, അല്ല അതിനേക്കാൾ നീചമായ അവസ്ഥയിലാണോ ഉള്ളത്. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ സഹവാസവും വിശുദ്ധ ഖുർആന്റെ ആകർഷണീയമായ പ്രഭാവവും നിമിത്തം അവർക്ക് ബോധ്യം വന്നു തങ്ങൾ കഴിച്ചു കൂട്ടുന്ന ജീവിതം മൃഗീയമായ ജീവിതമാണ്. അതുപോലെ തികച്ചും ദുഷ്കർമ്മങ്ങളിൽ അകപ്പെട്ടതായാണ് നാം ഉള്ളത്. അപ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിന്നും ശക്തി സ്വാംശീകരിച്ച് സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറാൻ തുടങ്ങി. അള്ളാഹു അവരെ കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി, വയ്യദഹും ബിറൂഹം മിൻഹു, അതായത് അള്ളാഹു ഒരു പരിശുദ്ധ ആത്മാവ് മുഖേന അവരെ സഹായിച്ചു. ഈ അദൃശ്യ ശക്തി തന്നെയാണ് വിശ്വാസം വരിച്ചതിനും നല്ലപോലെ സഹനവും കൈക്കൊണ്ടതിനു ശേഷം മനുഷ്യന് ലഭിക്കുന്നത്. പിന്നെ അവർ ഈ ശക്തി കരസ്ഥമാക്കിയതിനു ശേഷം കേവലം ആ തലത്തിൽ മാത്രം നിന്നില്ല. അതായത് തങ്ങളുടെ ന്യൂനതകളും തിന്മകളും മനസ്സിലാക്കുക മാത്രമല്ല അവർ ചെയ്തത്, അതിന്റെ ദുർഗന്ധത്തെ സംബന്ധിച്ച് അവർ ബോധവാന്മാരുമായി. മാത്രമല്ല നന്മയിൽ ഒരുപാട് മുന്നേറി യോഗ്യതയുടെ പൂർണ്ണതയുടെ പകുതി ഭാഗം അവർ താണ്ടി ദൗർബല്യങ്ങൾക്ക് എതിരിൽ നന്മകൾ ചെയ്യുന്നതിനുള്ള ശക്തി അവർ സംഭരിക്കുകയും ചെയ്തു. ദൗർബല്യങ്ങൾ അകറ്റിയെന്ന് മാത്രമല്ല നന്മകളിൽ അവർ പദമൂന്നുകയും ചെയ്തു. ഇങ്ങനെയാണ് അവർക്ക് ആ മധ്യാവസ്ഥ സ്വായത്തമായത്. പിന്നെ അവർ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ സമ്പൂർണരായിക്കൊണ്ട്, അതായത് സൽക്കർമ്മങ്ങൾ മുഖേന ശൈത്താന്റെ മേൽ ആധിപത്യം നേടുന്നതിന് വേണ്ടി പ്രയത്നങ്ങൾ ചെയ്തു തുടങ്ങുകയുമുണ്ടായി. അങ്ങനെ അവർ ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി എത്രത്തോളം അത്യധ്വാനങ്ങൾ ചെയ്തതെന്നാൽ അതിൽ മികച്ചതായി മനുഷ്യന് ആർക്കും തന്നെ ചെയ്യാൻ സാധ്യമല്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. അവർക്ക് ദൈവിക മാർഗത്തിൽ തങ്ങളുടെ ജീവന് ചപ്പുചവറുകളുടെ വില പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ദൈവസ്വീകാര്യരായി മാറി. അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തിന്മകളിൽ നിന്നും തികച്ചും മുക്തമാക്കുകയും നന്മയോടുള്ള സ്നേഹം ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ അവർക്ക് മേൽ ചെലുത്തിയ സ്വാധീനം എന്തെന്നാൽ അവർ ഭൂമിയിൽ നിന്നും ഉയരുകയും ആകാശത്തിലെ പ്രൗഢോജ്വലമായ നക്ഷത്രങ്ങളായി തീരുകയും ചെയ്തു. അവരെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരിൽ ഓരോരുത്തരും നിങ്ങൾക്ക് വഴികാട്ടിയാണെന്നാണ്. വിശുദ്ധ ഖുർആനെ പിന്തുടരുന്ന വ്യക്തി ദൈവിക ഗുണങ്ങളുടെ മൂർത്തിമത് ഭാവമായി തീരുന്നു. ഇതേക്കുറിച്ച് വിവരിച്ചുകൊണ്ട് മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആനെ അനുഗമിച്ചുകൊണ്ട് സ്നേഹത്തിലും സത്യസന്ധതയിലും അത്യുന്നതി പ്രാപിക്കുന്ന ഒരു വ്യക്തി പ്രതിച്ഛായ എന്നോണം ദൈവിക ഗുണങ്ങളുടെ പ്രതിരൂപമായി അവർ മാറുന്നു. പിന്തുടരുക മാത്രമല്ല നിബന്ധന, മറിച്ച് അതിനോടുള്ള സ്നേഹവും സത്യസന്ധതയും പാരമ്യത്തിലെത്തിക്കുകയും വേണം.
അതായത് അവന്റെ കൽപ്പനകളെ പൂർണ്ണമായും പ്രാവർത്തികമാക്കുമ്പോൾ അത്തരം ഒരാൾ ദൈവിക ഗുണങ്ങളുടെ പ്രതിരൂപമായി മാറുന്നു. തുടർന്ന് പറയുന്നു, ഈ എല്ലാ മാറ്റങ്ങളും അള്ളാഹുവിന്റെ വചനമായ വിശുദ്ധ ഖുർആന്റെ അത്യുഗ്രൻ ശക്തിയും പ്രത്യേകതയും മുഖേനയാണ് എന്ന് നമുക്ക് അനുഭവവേദ്യമാകുന്ന കാര്യമാണ്. പ്രസ്തുത ഉഗ്രൻ ശക്തിയും പ്രത്യേകതയും മറ്റൊരു ഗ്രന്ഥത്തിലുമില്ല. ഏതെങ്കിലും സമുദായത്തിന്റെ വീക്ഷണത്തിൽ വെളിപാട് ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കപ്പെടുന്ന മറ്റൊന്നിനും അതില്ല തന്നെ. അതിനുള്ള കാരണം ഒരു ദീർഘകാലത്തിന് ശേഷം അതിൽ പ്രക്ഷിപ്തങ്ങളും കൈകടത്തലുകളും ഉണ്ടായി. അതല്ലെങ്കിൽ വാക്കുകൾ മാറ്റിമറിക്കപ്പെട്ടില്ല എന്ന് വെച്ചാലും എന്ന് ഒരു വേള നനച്ചാലും അതിന്റെ അർത്ഥങ്ങളിൽ ഭീമമായ മാറ്റങ്ങൾ വന്നതായി കാണാം. അതുമല്ലെങ്കിൽ അള്ളാഹു ഈ അവസാന കാലത്ത് ഭിന്നതകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അതുപോലെ ലോകത്തുള്ള സകല ജനതകളെയും ഒരു ഗ്രന്ഥത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും മുൻകാല ഗ്രന്ഥങ്ങളുടെ അനുഗ്രഹങ്ങളെയൊക്കെ തന്നെ മരവിപ്പിച്ചതുമാകാം. അതല്ലാതെ വിശുദ്ധ ഖുർആനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യസന്ധമായി പിൻപറ്റുമ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഗണത്തിൽ ഉൾപ്പെടാൻ കഴിയുന്നതിന് മറ്റെന്ത് കാരണമാണുള്ളത്? സത്യസന്ധമായി പിന്തുടരുമ്പോൾ ഒരാൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഗണത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്നാൽ ഇതര ഗ്രന്ഥങ്ങളിൽ ഈ പ്രത്യേകതയില്ല. ഈ കാരണം കൊണ്ട് തന്നെ പ്രസ്തുത ഗ്രന്ഥങ്ങളെ പിന്തുടരുന്നവർ ദൈവികമായ കഴിവുകളെ നിരാകരിക്കുന്നവരായി തീരുന്നു. ദൈവ സാമീപ്യം വരിച്ച ഒരാൾക്ക് മാത്രമേ അവയെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ, അംഗീകരിക്കാനാകുകയുള്ളൂ. മറിച്ച് ആ ജനവിഭാഗം ദൈവാത്ഭുതങ്ങളെയും അഭൗമിക ദൃഷ്ടാന്തങ്ങളെയും പരിഹസിക്കുന്നതാണ്. അവർ മൂജിസത്തുകളെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവയെ പരിഹാസത്തിന് പാത്രമാക്കുകയും ചെയ്യുന്നു. ഈ കാരണം കൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നും അവർ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു, മതത്തിൽ നിന്നും വിദൂരസ്ഥരാകുന്നു. വീണ്ടും പറയുന്നു, നാം അത്തരക്കാരെ പരിഹസിക്കുന്നില്ല. അതേസമയം അവർ അതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിൽ നമുക്ക് കരച്ചിലാണ് വരുന്നത്. അവരോട് നമുക്കുള്ളിലുള്ളത് സഹാനുഭൂതി മാത്രമാണ്. അതായത് അവർ ദൈവത്തിൽ നിന്നും അകലുകയും അവന്റെ ഗുണവിശേഷങ്ങൾ മറക്കുകയും ഈ കാലഘട്ടത്തിന്റെ പ്രകാശത്തിന് തങ്ങളുടെ തെറ്റായ വീക്ഷണങ്ങളുടെ പേരുകൾ നൽകിക്കൊണ്ട് വീണ്ടും മൃഗീയമായ മ്ലേച്ഛമായ കർമ്മങ്ങൾ ചെയ്തു തുടങ്ങുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഭൗതികവാദികളിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം മറ്റു സന്ദർഭങ്ങളിൽ തുടർന്ന് ഇപ്രകാരം എഴുതുന്നു: ഞാൻ ഈ സ്ഥലത്ത് പഴങ്കഥകളല്ല വിവരിക്കുന്നത്, മറിച്ച് എനിക്ക് വ്യക്തിഗത അനുഭവമുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഞാനൊരു ഉഗ്രശക്തി ദർശിക്കുകയുണ്ടായി. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്നതിൽ ഒരു വിചിത്രമായ സവിശേഷത കാണുകയുണ്ടായി. മറ്റൊരു മതത്തിലും പ്രസ്തുത പ്രത്യേകതയും ശക്തിയും കാണാൻ സാധിക്കുന്നതല്ല. അതായത് ഇസ്ലാമിനെയും നബിയെയും ഇതിനെ പിന്തുടരുന്ന ആൾ വെലായത്ത് അഥവാ ദൈവ സൗഹൃദത്തിന്റെ തലത്തിലേക്കു ഉയർത്തപ്പെടുന്നു എന്നതാണ്. അള്ളാഹു അവരെ വെറും വജസ്സുകൾ കൊണ്ട് മാത്രമല്ല അനുഗ്രഹിക്കുന്നത്, മറിച്ച് തൻ്റെ കർമ്മങ്ങൾ മുഖേന താൻ തന്നെയാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ച ദൈവമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവരുടെ ഈമാൻ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന നക്ഷത്രങ്ങളെയും പിറകിലാക്കിക്കൊണ്ട് ഉയർന്നു പോകുന്നു. അപ്പോൾ അവരുടെ ഈമാൻ ഔന്നത്യം നേടുന്നു. ഞാൻ ഈ കാര്യത്തിൽ അനുഭവസ്ഥനാണ്. അള്ളാഹു എന്നോട് സംവദിക്കുന്നു. 100,000-ൽ പരം ദൃഷ്ടാന്തങ്ങൾ അവൻ എൻ്റെ കൈകളിൽ ഞാൻ മുഖേന പ്രകടിപ്പിക്കുകയുണ്ടായി. ഞാൻ ലോകത്തുള്ള സകല പ്രവാചകന്മാരെയും ബഹുമാനിക്കുകയും അവരുടെ ഗ്രന്ഥങ്ങളെ ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ ജീവൽ മതമായ ഇസ്ലാമിനെ മാത്രമാണ് യഥാർത്ഥ മതമായി അംഗീകരിക്കുന്നത്. കാരണം അത് മുഖേന അള്ളാഹു എനിക്ക് മുമ്പാകെ വെളിപ്പെട്ടിരിക്കുന്നു. ആർക്കെങ്കിലും ഞാൻ പറയുന്നതിൽ സംശയമുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി അയാൾ 2 മാസത്തേക്ക് എൻ്റെ അടുത്ത് വന്ന് താമസിക്കട്ടെ. ഈ കാലയളവിൽ അയാൾക്ക് ആവശ്യമുള്ള എല്ലാ ചെലവുകളും ഞാൻ സ്വയം വഹിക്കുന്നതാണ്. തുടർന്ന് പറഞ്ഞു, എൻ്റെ വീക്ഷണത്തിൽ മതം എന്നത് ജീവനുള്ള മതം തന്നെയാണ്. ജീവസുറ്റതും പുതുമയാർന്നതുമായ ശക്തി പ്രഭാവങ്ങളാൽ അത് ദൈവത്തെ കാണിക്കുന്നതായിരിക്കണം. വെറും വാദങ്ങൾ മാത്രമുള്ള മതം വ്യർത്ഥവും തെളിവില്ലാത്തതുമാകുന്നു. ആ മഹാത്മാവിൻ്റെ ഈ കടാക്ഷങ്ങളിൽ നിന്നും അദ്ദേഹം മുഖേന ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കാൻ യോഗ്യരായവർ അത് നേടുക തന്നെ ചെയ്തു.
അവർ വിജയിക്കുക തന്നെ ചെയ്തു. അവർ ആ മഹാത്മാവിന്റെ പക്കൽ താമസിക്കുകയും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തു. ഇന്നും അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക ഭണ്ഡാരം നിരവധി ആളുകളെ ദൈവോന്മുഖരാക്കി മാറ്റുന്നുണ്ട്. ആകയാൽ അന്യരായ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതോടൊപ്പം നമ്മൾ സ്വയവും അദ്ദേഹത്തിന്റെ ഈ ജ്ഞാന ഭണ്ഡാരത്തിൽ നിന്നും പ്രയോജനമെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. സാഹിത്യങ്ങളിൽ നിന്നും ഫലമെടുക്കേണ്ടതാണ്. അപ്പോഴാണ് നമ്മുടെ ബയ്യത്തിന്റെ ലക്ഷ്യം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആന്റെ മേന്മകളെ വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആനിൽ 4 പ്രത്യേക മേന്മകളുണ്ട്. ഇപ്രകാരം അത് വിശദീകരിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആന്റെ അത്ഭുതകരമായ മേന്മകളിൽ ഒന്ന് അതിന്റെ സാഹിത്യ ചാതുരിയാകുന്നു. അത് മനുഷ്യന്റെ സാഹിത്യ പാടവത്തേക്കാൾ തികച്ചും അതീതവും വ്യത്യസ്തവുമാണ്. കാരണം മനുഷ്യന്റെ സാഹിത്യ പാടവം വളരെ കുടുസായതാകുന്നു. ഏതുവരെ അവരുടെ വചനങ്ങളിൽ അതിശയോക്തിയും കളവും അനാവശ്യ കാര്യങ്ങളും ചേർക്കുന്നില്ലയോ അതുവരെ ബാഹ്യദൃഷ്ട്യ ഒരു വ്യക്തിക്ക് വാക്ചാതുരിയുടെ ഉന്നത തലം പ്രാപിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ അള്ളാഹുവിന്റെ വചനങ്ങൾ ഇവയിൽ നിന്നുമൊക്കെ പരിശുദ്ധമാകുന്നു. അതിൽ ഒരു കലർപ്പുമില്ല, ഒരു മായവുമില്ല. 2 വിശുദ്ധ ഖുർആന്റെ മറ്റൊരു അത്ഭുതകരമായ മേന്മ എന്തെന്നാൽ അത് വിവരിച്ചിട്ടുള്ള എല്ലാ കഥകളും വാസ്തവത്തിൽ പ്രവചനങ്ങളാകുന്നു. അവയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും സൂചനകളും കാണാം. മൂന്നാമത്തേത്, വിശുദ്ധ ഖുർആനിലുള്ള മറ്റൊരു മേന്മ അതിൻ്റെ അധ്യാപനങ്ങൾ മനുഷ്യ പ്രകൃതിയെ അതിൻ്റെ പാരമ്യതയിലെത്തിക്കാൻ, കഴിവിൻ്റെ പാരമ്യതയിലെത്തിക്കാൻ വേണ്ട പൂർണ്ണ സംവിധാനവും ഉള്ളടങ്ങിയതാണ് എന്നതാണ്. യഖീൻ അഥവാ ദൃഢവിശ്വാസത്തിന്റെ തലത്തിലേക്ക് മനുഷ്യന് എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ വാദമുഖങ്ങളും അടയാളങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു. 4-മത്തെ വലിയ പ്രത്യേകത എന്തെന്നാൽ അതിനെ പിൻപറ്റുന്നവർ അള്ളാഹുവിന്റെ എത്രമാത്രം സാമീപ്യം കരസ്ഥമാക്കുന്നു എന്നാൽ അവൻ ദൈവിക സംബോധനയാൽ അനുഗ്രഹിക്കപ്പെടുന്നു. വ്യക്തമായ അടയാളങ്ങൾ അവനിലൂടെ വെളിപ്പെടുന്നു. ഹൃദയപരിശുദ്ധിയും വിശ്വാസ സ്ഥൈര്യവും അവന് ലഭ്യമാകുന്നു. വിശുദ്ധ ഖുർആന്റെ ഈ പ്രധാന കാര്യം വളരെ അധികം ഓർത്തു വെക്കേണ്ടതാണ്. അതായത് പരിപൂർണ വിശ്വാസിക്ക് മേൽ ദൈവിക അനുഗ്രഹങ്ങളുടെ, വാനലോക അനുഗ്രഹങ്ങളുടെ അടയാളങ്ങൾ ഉണ്ടാകുന്നത് അത് ദൈവിക പ്രവൃത്തിയുടെ പരിണിത ഫലമായാണ്. അതുകൊണ്ട് തന്നെ ആർക്കും അത് സ്വന്തം മേന്മയായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതല്ല. പൂർണ്ണവിശ്വാസിയുടെ വ്യക്തിപരമായ മേന്മ തഖ്വ, പരിശുദ്ധി, വിശ്വാസദാർഢ്യം, ധൈര്യം എന്നിവയാകുന്നു അവന്റെ മാഹാത്മ്യം. ഉദാഹരണമായി, ഒരു ചുമരിൽ സൂര്യകിരണം പതിക്കുമ്പോൾ ആ പ്രകാശം ചുവരിന്റെ പ്രത്യേകതയിൽ ഉള്ളതല്ല, കാരണം അത് അതിൽ നിന്നും വേറിട്ട് മാറിപ്പോക്കാനും മതി. എന്നാൽ ചുമരിന്റെ പ്രത്യേകത എന്തെന്നാൽ അതിന്റെ അടിത്തറ വളരെ ശക്തമായ കല്ലുകളിൽ പാകിയിരിക്കണം. അതിന്റെ ശക്തമായ അടിത്തറ എങ്ങനെയുള്ള വെള്ളപ്പൊക്കം വന്നാലും, മലവെള്ളപ്പാച്ചിൽ വന്നാലും, പ്രളയം വന്നാലും, ശക്തമായ മഴ വർഷിച്ചാലും അതിന്റെ ചുമരുകൾക്ക് ഇളക്കം തട്ടാവുന്നതല്ല. അങ്ങനെ വിശ്വാസത്തിനും ഇതേ ഒരു ദൃഢാവസ്ഥ ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനെ ദൈവിക വചനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കുമ്പോൾ ഈ ഒരു അവസ്ഥ, അതായത് നമ്മുടെ വിശ്വാസങ്ങൾ സുദൃഢമാകുന്നതാണ്. അത് അള്ളാഹുമായി നമ്മെ അടുപ്പിക്കുന്നു. പ്രളയത്തിനോ കൊടുങ്കാറ്റിനോ മനുഷ്യന്റെ എതിർപ്പുകളുടെ തിരമാലകൾക്കോ ഈ വിശ്വാസത്തിൽ നിന്നും മനുഷ്യനെ ചാഞ്ചല്യപ്പെടുത്താൻ സാധിക്കുന്നതല്ല. വിശ്വാസ ചാഞ്ചല്യം അവനിൽ ഉണ്ടാക്കാൻ അവ ഉതകുന്നതല്ല. ഇതാണ് മനുഷ്യന്റെ പ്രത്യേകത. അവനിൽ എപ്പോഴും ദൈവിക വചനങ്ങളുടെ പ്രകാശം പതിച്ചുകൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ അവനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും പറയുന്നു, വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥത്തെ പിന്തുടരുന്നത് മുഖേന നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകാര്യയോഗ്യമാകുന്നതാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ അത്ഭുത പ്രഭാവങ്ങളിൽ ഒന്ന് അതിനെ പിന്തുടരുന്നവർ സ്വീകാര്യതയുടെ പദവി ആർജിക്കുന്നു എന്നതാണ്. അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയും അള്ളാഹു തന്റെ മധുര ഭാഷണത്താലും പ്രതാപം മുഖേനയും അവർക്ക് അറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ശത്രുക്കൾക്കെതിരിൽ അവരെ സഹായിക്കുന്നു. സഹായകൻ എന്ന രീതിയിൽ തന്റെ പ്രത്യേകമായ അദൃശ്യ ജ്ഞാനങ്ങൾ അവന് അറിയിച്ചു കൊടുക്കുന്നു. വിശുദ്ധ ഖുർആനിൽ എല്ലാവിധ സന്മാർഗങ്ങളും ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, അറേബ്യയിലെ മുശ്രിക്കീങ്ങളെ പോലെ, ബഹുദൈവാരാധകരെ പോലെ ആ നാട്ടിലുണ്ടായിരുന്ന ഗ്രന്ഥാനുസരികളും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവർ തന്നെയായിരുന്നു. ക്രിസ്ത്യാനികൾ പാപപരിഹാരത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടും പ്രതീക്ഷ അർപ്പിച്ചും കൊണ്ട് തങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളും അനുവദനീയമാണെന്ന് അവർ കരുതുകയുണ്ടായി. യഹൂദികൾ പറഞ്ഞത്, ഞങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്താലും
അക്കാരണത്താൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരൂ ഞങ്ങൾക്ക് എന്നാണ്. അതിനപ്പുറമൊന്നും സംഭവിക്കുന്നതല്ല എന്നവർ കരുതി. അത് സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, ذَلِكَ بِأَنَّهُمْ قَالُوا لَنْ تَمَسَّنَا النَّارُ إِلَّا أَيَّامًا مَعْدُودَاتٍ وَغَرَّهُمْ فِي دِينِهِمْ مَا كَانُوا يَفْتَرُونَ. ഈ ധൈര്യവും സ്ഥൈര്യവും അവർക്കുണ്ടാകാൻ കാരണമായി അവർ പറഞ്ഞത് നരകാഗ്നി അവർ എന്ത് പ്രവർത്തിച്ചാലും അതിനുള്ള ധൈര്യം അവർക്ക് എവിടുന്നാണ് ഉണ്ടായത് എന്നതാണ് ഈ ആയത്തിൽ വിവരിക്കുന്നത്. നരകാഗ്നി ഞങ്ങളെ സ്പർശിച്ചാലും അത് വെറും അല്പം നാളുകൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അവർ കറ്റുകെട്ടി പറയുകയും പൊങ്ങച്ച നടിക്കുകയും ചെയ്തുകൊണ്ട് അവർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ ഗ്രന്ഥാനുസാരികളും അറേബ്യയിലുള്ള മുഷ്രിക്കീങ്ങളും അങ്ങേയറ്റം ദുർനടപ്പുകാരായി മാറിയിരുന്നു. തിന്മകൾ ചെയ്തതിനു ശേഷം തങ്ങൾ നന്മയാണ് ചെയ്തതെന്ന് കരുതി കുറ്റകൃത്യങ്ങളിൽ നിന്നും അവർ പിന്മാറുമായിരുന്നില്ല, ക്രമസമാധാന ഭംഗം വരുത്തുമായിരുന്നു. തദവസരത്തിൽ അള്ളാഹു തന്റെ നബിയുടെ കരങ്ങളിൽ ഭരണാധികാരം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കരങ്ങളാൽ അറബികളെ രക്ഷിക്കാൻ തീരുമാനിച്ചു. അറബികൾ പൊതുവെ സ്വതന്ത്ര വിഹാരം നടത്തുന്നവരായിരുന്നു. അവർ ഏതെങ്കിലും രാജഭരണത്തിന് കീഴിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോരോ ഗോത്രക്കാരും വളരെ സ്വാതന്ത്ര്യത്തോടെയും നിയന്ത്രണമില്ലാതെയും തൻ്റെടികളായാണ് ജീവിതം നയിച്ചിരുന്നത്. കാരണം അവർക്ക് ശിക്ഷകളോ അതുപോലെ തന്നെ നിയമങ്ങളോ ഒന്നും തന്നെ നിലവിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ദിനം പ്രതി കുറ്റകൃത്യങ്ങളിൽ മുന്നേറിക്കൊണ്ടിരുന്നു. അപ്പോൾ അള്ളാഹു ആ നാട്ടുകാരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നാട്ടിലേക്ക് വേണ്ടി പ്രവാചകനായി അയച്ചു എന്ന് മാത്രമല്ല ആ നാട്ടിന്റെ രാജാവായി വാഴിക്കുകയുണ്ടായി. മാത്രമല്ല വിശുദ്ധ ഖുർആനെ അവർക്കൊരു നിയമാവലിയായി നൽകുകയുണ്ടായി. അതിൽ പൊതുജനക്ഷേമവും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ, സാമ്പത്തികമായ വിധിവിലക്കുകൾ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളും അവൻ ഉൾക്കൊള്ളിക്കുകയുണ്ടായി. ആകയാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജാവെന്ന നിലയ്ക്ക് ഗോത്രങ്ങളുടെയും എല്ലാം ന്യായാധിപനായി മാറി. എല്ലാ മതക്കാരും തങ്ങളുടെ പരാതികളുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പാകെ വന്ന് വിധി തേടുമായിരുന്നു. വിശുദ്ധ ഖുർആനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരിക്കലും ഒരു അമുസ്ലിമും അതായത് ഒരു യഹൂദിയും ഒരു മുസ്ലിമും തിരുനബിയുടെ കോടതിയിൽ കേസുമായി വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷണം നടത്തിയ ശേഷം യഹൂദിയാണ് സത്യവാൻ എന്ന് വിധിക്കുകയുണ്ടായി. അങ്ങനെ മുസ്ലിമിനെതിരിൽ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. നോക്കുക, എന്നാൽ ചില വിവരദോഷികളായ എതിരാളികൾ വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പാരായണം ചെയ്യാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരുമ്പിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ പറഞ്ഞ ശിക്ഷകളൊക്കെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫത്ത് അഥവാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുമായിരുന്നു നൽകിയിരുന്നത്. വിശുദ്ധ ഖുർആൻ മുഖേന പരിശുദ്ധ ജീവിതം കരസ്ഥമാക്കുന്നതിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ഒരു വസ്തുവിന്റെ ഏറ്റവും വലിയ നന്മയും മേന്മയുമായി കണക്കാക്കപ്പെടുന്നത് ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്, പ്രസ്തുത ഉദ്ദേശം ഏറ്റവും നല്ല രീതിയിൽ അത് നിറവേറ്റുന്നുണ്ടോ എന്ന് നോക്കിയാണ്. ഉദാഹരണമായി, ഒരു കാളയെ നിലം ഉഴുന്നതിന് വേണ്ടിയാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ പ്രസ്തുത കാള നിലമുഴുന്ന കാര്യത്തിൽ എത്രമാത്രം നല്ലതാണെന്നാണ് നോക്കുക. കാളയെ നിലമുഴാൻ വേണ്ടി വാങ്ങിയാൽ നിലമുഴാൻ തന്നെയാണ് ഉപയോഗിക്കുന്നതും. നല്ല രീതിയിൽ നിലം ഉഴാൻ കഴിയുന്ന കാളയെ നല്ലതാണെന്നാണ് കണക്കാക്കുക. അതുപോലെ ദൈവിക ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്നാൽ അത് അതിനെ പിൻപറ്റുന്നവർക്ക് നൽകുന്ന അധ്യാപനത്തിലും പ്രഭാവത്തിലും നന്മയുടെ ശക്തിയും ആത്മീയ പ്രത്യേകതയും അതുപോലെ തന്നെ എല്ലാ തിന്മകളിൽ നിന്നും മലീമസമായ ജീവിതത്തിൽ നിന്നും മാറ്റി ഒരു പരിശുദ്ധ ജീവിതം നൽകാൻ ശക്തവും ആണ് എന്നതാണ്. തുടർന്ന് പരിശുദ്ധമാക്കിയ ശേഷം ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടി ഒരു സമ്പൂർണ്ണ ഉൾക്കാഴ്ചയും അത് പ്രദാനം ചെയ്യുന്നുണ്ട്. അനുപമനായ ആ അസ്തിത്വം എല്ലാ ആനന്ദങ്ങളുടെയും ഉറവിടമാകുന്നു. അവനുമായി സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും ബന്ധം അതുണ്ടാക്കുന്നതാണ്. കാരണം യഥാർത്ഥത്തിൽ ഈ സ്നേഹം തന്നെയാണ് മോക്ഷത്തിന്റെ താഴ്വേര്. ഇതുതന്നെയാണ് എല്ലാ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും അകറ്റുന്ന സ്വർഗം. അത് ദൈവത്തെ അന്വേഷിക്കുന്നവർ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. അത് മനുഷ്യനെ അധമ ജീവിതത്തിൽ നിന്നും മോചിപ്പിച്ച് അവന്റെ യഥാർത്ഥ പ്രേമഭാജനത്തിലേക്ക് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. ദൈവപ്രാപ്തി തന്നെയാണ് യഥാർത്ഥ മോക്ഷം. എല്ലാ സംശയങ്ങളിൽ നിന്നും മോചനം നൽകി സമ്പൂർണ്ണ ദിവ്യജ്ഞാനം പ്രദാനം ചെയ്യുന്നതുമാണത്.
അതായത് അവൻ തൻ്റെ ദൈവത്തെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നവരായി മാറുന്നു. അതുപോലെ ആയിത്തീരുന്നു. ദൈവവുമായി അത്തരക്കാർക്ക് സ്ഥായിയായ ബന്ധവും ഉണ്ടാകുന്നു. അതായത് അവർ ദൈവത്തിന്റെ കൂറുള്ള ദാസരായി മാറുന്നു. ദൈവം അവരിൽ അനുഗ്രഹാശിസുകൾ വർഷിക്കുന്നു. അതായത് തന്റെ വ്യത്യസ്തങ്ങളായ സഹായങ്ങളാലും പിന്തുണയാലും അവർക്കും അന്യർക്കുമിടയിൽ ഒരു പ്രകടമായ വ്യത്യാസം വെളിവാക്കുന്നു. തന്റെ ദിവ്യജ്ഞാനങ്ങളുടെ കവാടങ്ങൾ അവർക്ക് മുമ്പാകെ തുറക്കുന്നു. ഏതെങ്കിലും ഗ്രന്ഥം ഈ യഥാർത്ഥ ഉദ്ദേശത്തെ പൂർത്തീകരിക്കാതിരിക്കുകയും മറ്റ് അനാവശ്യമായ വാദങ്ങൾ മുഖേന തന്റെ മേന്മ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന്റെ ഉപമ ഇപ്രകാരമാണ്. ഒരു യോഗ്യനായ വൈദ്യൻ എന്ന് വാദിക്കുന്ന വ്യക്തി ഒരു രോഗിയെ അയാൾക്ക് മുന്നിൽ കൊണ്ടുവരുമ്പോൾ അയാളെ സുഖപ്പെടുത്താൻ വേണ്ടി പറയുമ്പോൾ അയാളുടെ മറുപടി, എനിക്ക് ഇവനെ സുഖപ്പെടുത്താൻ കഴിയില്ലെങ്കിലും എനിക്ക് നന്നായി ഗുസ്തി അറിയാം, അല്ലെങ്കിൽ തനിക്ക് ഖഗോളശാസ്ത്രവും തത്വജ്ഞാനം നല്ലപോലെ അറിയാമെന്ന് പറയുന്നത് പോലെയാണ്. അത്തരം വ്യക്തി അവഹേളിതനായി തീരുന്നതാണ്. ബുദ്ധിമാന്മാർ അയാളെ ശിക്ഷാർഹനായി വിധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥവും അള്ളാഹുവിന്റെ റസൂലും ലോകത്ത് വന്നതിന്റെ വലിയ ഉദ്ദേശം അത് ലോകത്തെ പാപവും തിന്മയുമുള്ള ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ദൈവവുമായി പരിശുദ്ധ ബന്ധം സ്ഥാപിക്കാനും വേണ്ടിയാണ് അയക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. അതല്ലാതെ ഭൗതികമായ അറിവുകൾ പഠിപ്പിക്കാനും ഭൗതികമായ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് അറിവ് നൽകാനും അല്ല അവർ നിയുക്തരാകുന്നത്. ചുരുക്കത്തിൽ ബുദ്ധിമാനും നീതിമാനുമായ ഒരു വ്യക്തിയുടെ വീക്ഷണത്തിൽ ദൈവിക ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ദൃഢബോധ്യത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുകയാണെന്നും ദൈവിക മഹത്വവും ഭയവും ഹൃദയത്തിൽ കുടിയിരുത്തി തിന്മയിൽ നിന്ന് തടയുകയാണെന്നും മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതല്ലാതെ അതൊന്നുമില്ലാതെ ഹൃദയത്തിലെ മാലിന്യം ദൂരീകരിക്കാൻ കഴിയാത്തതും പരിശുദ്ധവും സമ്പൂർണവുമായ ദിവ്യജ്ഞാനം നൽകാൻ കഴിയാത്തതും തിന്മകളോട് വെറുപ്പ് ഉളവാക്കാൻ കഴിയാത്തതുമായ ഗ്രന്ഥത്തെക്കുറിച്ച് എന്തു പറയാൻ? ഓർക്കുക, തിന്മകളോട് താല്പര്യമുളവാക്കുന്ന കുഷ്ഠരോഗം വളരെ ഭയാനകമായ കുഷ്ഠരോഗമാകുന്നു. ഈ കുഷ്ഠരോഗം ഏതുവരെ ദൈവത്തിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ തേജസ്സും അതിൻ്റെ ഭയത്തിന്റെയും മഹത്വത്തിന്റെയും അടയാളങ്ങൾ മഴ പോലെ വർഷിക്കുകയും ചെയ്യുന്നില്ലയോ അതുവരെയും സുഖപ്പെടുന്നതല്ല. ഉദാഹരണമായി, ഒരാട് 2 ചുവട് വെച്ചതിന് ശേഷം സിംഹത്തെ കാണുമ്പോൾ സംഭീതനാകുന്നത് പോലെ ഭയപ്പെടുന്നത് പോലെ പാപങ്ങളെ കണ്ട് മനുഷ്യനും ഭയപ്പെടേണ്ടതാണ്. ദൈവത്തിന്റെ ക്രോധം പാപങ്ങൾക്ക് ശേഷം ഉണ്ടാകും എന്ന് അവന് കാണാൻ സാധിക്കാത്തിടത്തോളം അത് സാധ്യമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തിന്മയുടെ നാശോന്മുഖമായ വികാരങ്ങളിൽ നിന്നും അകന്നിരിക്കേണ്ടതാണ്. അവന്റെ ഹൃദയത്തിൽ എത്രമാത്രം ദൈവിക പ്രതാപം ഉണ്ടാകണമെന്നാൽ അവൻ അനിയന്ത്രിതമായി ചെയ്തു പോകുന്ന വിദ്യുച്ഛക്തി പോലെ അവനിൽ പ്രസരിക്കുന്ന സ്വേച്ഛകൾ, അവ തക്വയുടെ മൂലധനത്തെ ഒറ്റയടിക്ക് എരിയിച്ച് കളയുന്നവയാണ്. ആ സ്വേച്ഛകളിൽ നിന്നും അവൻ വിട്ടു നിൽക്കേണ്ടതാണ്. എന്നാൽ അപസ്മാരം പോലെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന അവിശുദ്ധ വികാരങ്ങളെയും പരിശുദ്ധമായ ചിന്തകളെ അകറ്റുന്ന സ്വേച്ഛകളെയും തൻ്റെ സ്വയം നിർമ്മിത പരമേശ്വരന്റെ ചിന്താഗതി കൊണ്ട് അകറ്റാൻ സാധ്യമാണോ? സ്വയം നിർമ്മിത പരമേശ്വരൻ വിചാരിച്ചാൽ അത് സാധ്യമാണോ? അതല്ല അവന്റെ സ്വയംകൃത ചിന്താഗതികൾ മുഖേന അവയെ അടിച്ചമർത്താൻ സാധിക്കുമോ? അനുഭവവേദ്യമല്ലാത്ത പാപമോചനത്തിന്റെ വേദന കൊണ്ട് അതിന് ഇല്ലാതാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഈ കാര്യങ്ങളൊന്നും തന്നെ നിസ്സാരമായി കണക്കാക്കരുത്. മറിച്ച് ബുദ്ധി വിവേകങ്ങളുള്ള ഒരു മനുഷ്യൻ ഇവയെ കൂലങ്കുഷമായി ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ദൈവവുമായി ബന്ധവിച്ഛേദത്തിനും അതുപോലെ തന്നെ ധിക്കാരത്തിനും കാരണഭൂതമാകുന്ന നാശങ്ങളുടെ യഥാർത്ഥ താഴ്വേര് തിന്മയും പാവവുമാണെന്ന് ഒരു ബുദ്ധിമാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെ അവയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരുവന് അത്രയും ഉറപ്പുള്ള ആനന്ദത്തെ ഒരിക്കലും തന്നെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചിന്തകൾ കാരണം അവൻ അവയെ ഉപേക്ഷിക്കുന്നതല്ല. അത് ചില ആനന്ദങ്ങളെക്കുറിച്ച് മനുഷ്യന് നന്നായി ഉറപ്പുള്ളതാണ്, അതവന് കിട്ടുമെന്ന് ഉറപ്പാണ്. ഇതൊക്കെ ഊഹങ്ങളുടെ വെളിച്ചത്തിൽ ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു ഒഴിവാക്കുന്നതല്ല. അത് ഉറപ്പുള്ള കാര്യത്തെ ഉറപ്പില്ലാത്ത കാര്യം കൊണ്ട് അതെപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും, കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ലാത്ത ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് ഒരാളും തന്നെ ഉപേക്ഷിക്കുന്നതല്ല. ആ മഹാത്മാവ് പറയുന്നു,
ഒരു ദൃഢബോധ്യമുള്ള കാര്യത്തെ ഒഴിവാക്കണമെങ്കിൽ മറ്റൊരു ദൃഢബോധ്യമുള്ള കാര്യം അതിനുവേണ്ടി ലഭ്യമാകേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഒരു വനത്തെ സംബന്ധിച്ച് ഒരു പാട് മാനുകൾ അതിലുണ്ട് എന്ന് ബോധ്യമുള്ള അവസ്ഥ വന്നാൽ, അതുപോലെ ആ മാനുകളെ എളുപ്പത്തിൽ പിടിക്കാൻ സാധിക്കുമെന്ന് ബോധ്യം വന്നാൽ, ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാട്ടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ തയ്യാറായിരിക്കുന്നതാണ്. എന്നാൽ അവിടെ 50 സിംഹങ്ങളുണ്ടെന്നും അതല്ലെങ്കിൽ ആയിരക്കണക്കിന് രക്തദായികളായ മലമ്പാമ്പുകൾ വാപിളർത്തി നിൽക്കുന്നുണ്ടെന്നും ഉള്ള മറ്റൊരു ദൃഢബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ആദ്യത്തെ ബോധ്യത്തെ, നമ്മുടെ ആദ്യത്തെ ഉദ്ദേശത്തെ നാം കയ്യൊഴിയുന്നതാണ്. ഇതേപോലെ തന്നെ തിന്മകളെ അകറ്റണമെങ്കിലും ഇത്തരത്തിലുള്ള ദൃഢബോധ്യത്തിന്റെ തലങ്ങളിലേക്ക് നാം എത്തേണ്ടതുണ്ട്. തിന്മകളെ അകറ്റാനുള്ള മാർഗം എന്നത് ദൃഢബോധ്യം വരിക്കുക എന്നതാണ്. അതായത് നമ്മൾ ഈ തിന്മ ചെയ്താൽ വ്യക്തിപരമായ അല്ലെങ്കിൽ താൽക്കാലികമായ ആനന്ദം നമുക്ക് അതിൽ നിന്ന് ലഭിക്കാം. എന്നാൽ ഏതുപോലെ ഒരു കാട്ടിൽ വേട്ടയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവിടെ സിംഹവും മലമ്പാമ്പുകളും ഉണ്ട് എന്ന ഭയം ദൃഢബോധ്യത്തിന്റെ അവസ്ഥയിൽ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ് അങ്ങോട്ടേക്ക് പോകാൻ നമ്മെ അനുവദിക്കുന്നതല്ല. അതുപോലെ പാപങ്ങളിലേക്ക് കടക്കാൻ നമ്മെ അനുവദിക്കാത്ത ദൃഢബോധ്യങ്ങൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതായത് അള്ളാഹുവിന്റെ പിടുത്തം വളരെ ശക്തമാണെന്നുള്ള ദൃഢബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. നാം തിന്മ ചെയ്താൽ അവൻ നമ്മെ ശിക്ഷിക്കും എന്നുള്ള ദൃഢബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്. ആ മഹാത്മാവ് പറയുന്നു, ലോഹത്തെ ലോഹം കൊണ്ടാണ് നേരിടേണ്ടത്. അള്ളാഹുവിന്റെ മഹത്വത്തെയും ഭയത്തെയും കുറിച്ചുള്ള ദൃഢബോധ്യം നമ്മുടെ അലംഭാവത്തിന്റെയും ആലസ്യത്തിന്റെയും ആവരണങ്ങളെ മുറിച്ചു മാറ്റുന്നു. അത് ശരീരത്തെ മുഴുവൻ വിറകൊള്ളിക്കുന്നു. അത് മരണത്തെ സമീപസ്ഥമാക്കി കാണിക്കുന്നു. പ്രസ്തുത ഭയം ഹൃദയത്തെ അതിജയിക്കുമ്പോൾ അത് മുഖേന ദോഷപ്രവണമായ ആത്മാവിന്റെ എല്ലാ ശക്തിയും ക്ഷയിക്കുന്നതാണ്. തുടർന്ന് മനുഷ്യൻ ഒരു അദൃശ്യ കരങ്ങളാൽ ദൈവത്തിലേക്ക് വലിച്ചടുപ്പിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ദൈവം നിലവിലുണ്ടെന്നും അവൻ ധിക്കാരിയായ കുറ്റവാളികളെ ശിക്ഷിക്കാതെ വെറുതെ വിടുന്നതല്ല എന്ന് ദൃഢബോധ്യം ഉളവാകുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഈ ആവശ്യങ്ങളെ നിറവേറ്റുന്ന തരത്തിലുള്ള യഥാർത്ഥ ബോധ്യം പ്രദാനം ചെയ്യാത്ത ഒരു ഗ്രന്ഥം കൊണ്ട് പരിശുദ്ധി കാക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തു ഗുണമുണ്ടാകാൻ? അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മുമ്പാകെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം പരിപൂർത്തി വരുത്തുന്ന ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാകുന്നു. അത് മുഖേന അള്ളാഹുവിലേക്ക് മനുഷ്യന് ഒരു ആകർഷണമുണ്ടാകുന്നു. ഭൗതികതയോടുള്ള സ്നേഹം തണുത്തുറക്കുന്നു. സൂക്ഷ്മാൽ സൂക്ഷ്മനായ ദൈവം നമുക്ക് വിശുദ്ധ ഖുർആനെ പിൻപറ്റുന്നതിലൂടെ പ്രാപ്യമാകുന്നു. അവന്റെ അസ്തിത്വം നമ്മുടെ മുമ്പിൽ പ്രകടമാകുന്നു. അവന്റെ അത്ഭുത പ്രതിഭാസങ്ങളെക്കുറിച്ച് ഇതര സമുദായങ്ങൾക്ക് അറിയുന്നതല്ല. എന്നാൽ ഖുർആനെ പിന്തുടരുന്ന വ്യക്തിക്ക് അള്ളാഹു അക്കാര്യം സ്വയം വെളിപ്പെടുത്തുന്നു. ഈ ഒരു വാക്ക് നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഖുർആനെ പിന്തുടരുന്ന വ്യക്തി ആയിരിക്കണം, അയാൾക്കാണ് അള്ളാഹു സ്വയം വെളിപ്പെടുത്തി കൊടുക്കുക. മലക്കുകളുടെ ലോകത്തേക്ക് ആ വ്യക്തിയെ അള്ളാഹു ആനയിക്കുന്നു. അനൽ മൗജൂദ് അഥവാ താൻ സന്നിഹിതനാണെന്ന ശബ്ദം മുഖേന ദൈവം തന്റെ അസ്തിത്വത്തെക്കുറിച്ച് അയാൾക്ക് അറിവ് നൽകുന്നു. ചുരുക്കത്തിൽ ഈ അറിവും ഉൾക്കാഴ്ചയുമാണ് വിശുദ്ധ ഖുർആനെ കുറിച്ച് ഉണ്ടാകേണ്ടത്. ഈ അധ്യാപനത്തിന്റെ കർമ്മപരമായ ഈ വശമാണ് നമ്മളിലൂടെ വെളിപ്പെടേണ്ടത്. അല്ലെങ്കിൽ മറ്റു മതങ്ങളെ പോലെ വിശ്വാസ സംബന്ധമായ നമ്മുടെ വാദം വെറും വാക്കുകളിൽ അവശേഷിക്കുന്നതായി മാറും. ഇവിടെ പറയുന്നു, ഈ ഗ്രന്ഥം കർമ്മ സംസ്കരണം ഉണ്ടാക്കുന്നു. മറ്റു ഗ്രന്ഥങ്ങൾക്ക് അത് സാധ്യമല്ല, കാരണം അവയിലുള്ള അധ്യാപനങ്ങൾ സമ്പൂർണ്ണമല്ല. അതുകൊണ്ടാണ് അത് സാധ്യമല്ലാത്തത്. നമ്മൾ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുകയും അതിനുശേഷവും നമ്മിൽ കർമ്മ സംസ്കരണം ഉണ്ടാകുകയും ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുറവാകുന്നു. കാരണം നമ്മൾ ആ മഹാത്മാവ് പറഞ്ഞതുപോലെ പരിപൂർണമായി ഖുർആനെ പിൻപറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് കർമ്മ സംസ്കരണം ഉണ്ടാകുക? അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എങ്ങനെ പരിഷ്കരണം സംഭവ്യമാകും? അതുകൊണ്ട് അതിനെ പൂർണ്ണമായും പിൻപറ്റാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതാണ്. അള്ളാഹു അതിന് നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. തുടർന്ന് ആ മഹാത്മാവ് പറയുന്നു, നമ്മുടെയും അതുപോലെ നമ്മുടെ പൂർവികരുടെയും അനുഭവം എന്തെന്നാൽ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആത്മീയമായ പ്രത്യേകതകളാലും പ്രകാശത്താലും അതിനെ സത്യപൂർണമായി പിന്തുടർന്നവരെ അതിലേക്ക് ആകർഷിക്കുന്നു. അത്തരം ആളുകളുടെ ഹൃദയത്തെ പ്രകാശഭരിതമാക്കുന്നു. പിന്നെ വലിയ വലിയ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ദൈവവുമായി ഒരു ഉറച്ച ബന്ധം അവർക്ക് സാധ്യമാക്കുന്നു. ആ ബന്ധത്തിന് വിള്ളലുണ്ടാക്കാൻ, പോർലേൽപ്പിക്കാൻ
എത്ര ശക്തമായ വാൾപ്രയോഗത്തിനും സാധ്യമല്ല. അത് ഹൃദയത്തിന്റെ നേത്രങ്ങൾ തുറക്കുന്നു, തിന്മകളുടെ മലീമസമായ ഉറവുകളെ അടയ്ക്കുന്നു, അള്ളാഹുവിന്റെ മാധുര്യമുള്ള സംഭാഷണങ്ങളാൽ അനുഗ്രഹിക്കുന്നു, അദൃശ്യജ്ഞാനങ്ങൾ നൽകുന്നു, ദുആ സ്വീകാര്യതയെക്കുറിച്ച് തന്റെ വചനങ്ങളാൽ അറിയിപ്പ് നൽകുന്നു. വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അനുയായി എതിരിടാൻ വരുന്നവർക്ക് മുന്നിൽ അള്ളാഹു തന്റെ അതിഭയാനകമായ ദൃഷ്ടാന്തങ്ങൾ മുഖാന്തരം വെളിപ്പെട്ടുകൊണ്ട് അവന്റെ വചനത്തെ പിന്തുടരുന്ന ദാസന്റെ കൂടിയാണ് താനെന്ന് വെളിപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ സത്യസന്ധരായ അനുയായി ആകേണ്ടത് അടിസ്ഥാനപരമായ നിബന്ധനയാകുന്നു. വിശുദ്ധ ഖുർആൻ ഷിർക്കിൽ നിന്നും മോചനത്തിൽ നിന്നുള്ള മാർഗമാണ് എന്ന കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആൻ തൗഹീദിന്റെ വിത്ത് അറേബ്യയിലും പേർഷ്യയിലും ഈജിപ്തിലും സിറിയയിലും ഇന്ത്യയിലും ചൈനയിലും അഫ്ഗാനിസ്ഥാനിലും കശ്മീരിലും തുടങ്ങിയ നാടുകളിലൊക്കെ തന്നെ വിതയ്ക്കുകയുണ്ടായി. അങ്ങനെ ഭൂരിഭാഗം നാടുകളിൽ നിന്നും ബഹുദൈവ ആരാധനയുടെയും സൃഷ്ടിപൂജയുടെയും വിത്തിനെ അത് വേരോട് പിഴുതുമാറ്റുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു കർമ്മം മുൻമാതൃകകളില്ലാത്തതാണ്. അതായത് ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രചരണത്തിന് ശേഷം ഈ നാടുകളിൽ നിന്നും ശിർക്ക് ഉന്മൂലനം ചെയ്യപ്പെടുകയും അതിന് അറുതി വരികയും ചെയ്തത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കിയത് കൊണ്ടായിരുന്നു. അക്കാരണത്താലായിരുന്നു നമ്മുടെ മുൻ തലമുറ പൂർവികർ ഇസ്ലാം സ്വീകരിച്ചത്. എന്നാൽ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കാതെ വീണ്ടും ജഹാലത്തിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത് എന്ന് വരും. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം അത്യുന്നതമായ നിലയുള്ളതാണ്. തത്സംബന്ധമായി ആ മഹാത്മാവ് പറയുന്നു, ആരംഭകാലത്ത് വന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ച് അത് ലോകത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഗ്രന്ഥത്തെക്കുറിച്ച് വിവേക ബുദ്ധി സാക്ഷ്യപ്പെടുത്തുന്നത് അതൊരിക്കലും സമ്പൂർണ്ണ ഗ്രന്ഥമാകാൻ തരമില്ല എന്നതാണ്. കാരണം ആരംഭകാലത്ത് വന്നിരുന്ന ഗ്രന്ഥങ്ങളോ ഒന്നും തന്നെ സമ്പൂർണമായിരിക്കില്ല എന്നാണ് ബുദ്ധി മനസ്സിലാക്കി തരുന്നത്. മറിച്ച് അവ കുട്ടികൾക്ക് അക്ഷരമാല പഠിപ്പിക്കുന്ന അധ്യാപകരെ പോലെ മാത്രമാണ്. അലിഫ് ബാ ത പഠിപ്പിക്കുന്നത് പോലെയാണത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് അതിന്റെ അധ്യാപകർക്ക് വലിയ യോഗ്യതയുടെ ഒന്നും ആവശ്യമില്ല. അതായത് പ്രൈമറി പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ABC പഠിപ്പിക്കാൻ വേണ്ടി അലിഫ് ബാ ത പഠിപ്പിക്കാൻ വേണ്ടി വലിയ യോഗ്യതയൊന്നും അനിവാര്യമല്ല. എന്നാൽ മനുഷ്യൻ അനുഭവങ്ങളിലൂടെ പുരോഗതി പ്രാപിച്ച കാലഘട്ടത്തിൽ മനുഷ്യൻ പലവിധ തിന്മകളിലും അകപ്പെട്ടപ്പോൾ അവന് അതിസൂക്ഷ്മമായ അധ്യാപനം അനിവാര്യമായി വന്നു. പ്രത്യേകിച്ചും വഴികേടിന്റെ അന്ധകാരം ലോകത്ത് പരക്കുകയും മനുഷ്യ മനസ്സുകൾ അറിവുകളുടെയും കർമ്മങ്ങളുടെയും വഴികേടിൽ അകപ്പെടുകയും ചെയ്തപ്പോൾ ഉന്നതവും സമ്പൂർണവുമായ അധ്യാപനം അവന് അനിവാര്യമായി തീർന്നു. അത് വിശുദ്ധ ഖുർആന്റെ രൂപത്തിലാണ് വന്നത്. എന്നാൽ ആരംഭകാലത്ത് വന്ന ഗ്രന്ഥത്തിൽ ഉന്നത തലത്തിലുള്ള അധ്യാപനം ആവശ്യമായിരുന്നില്ല. കാരണം അത് മനുഷ്യന്റെ മനസ്സ് തികച്ചും നിഷ്കളങ്കമായ അവസ്ഥയായിരുന്നു. അന്ന് അതിൽ ഒരു അന്ധകാരവും വഴികേടും കലർന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അന്ധകാരത്തിന്റെ പാരമ്യതയിൽ വരുന്ന ഒരു കാലഘട്ടത്തിൽ വരുന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായ അധ്യാപനം അതിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമായിരുന്നു. അത് തെറ്റായ വിശ്വാസങ്ങൾ മനസ്സിൽ കുടിയിരുത്തിയിട്ടുള്ള ആളുകളുടെ പരിഷ്കരണത്തിന് വേണ്ടിയാണ് വരുന്നത്. അവർ മോശം കർമ്മങ്ങൾ പതിവാക്കിയവരായിരുന്നു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം വന്ന കാലഘട്ടത്തിൽ മനുഷ്യബുദ്ധി പക്വവുമായിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. തിന്മകളും പാരമ്യത്തിലെത്തിയിരുന്നു. മനുഷ്യൻ അവയിലേക്ക് ആണ്ടുപോകുകയായിരുന്നു. ആ സമയത്ത് അവന്റെ ബുദ്ധിക്ക് അനുസൃതമായ അധ്യാപനമാണ് വരേണ്ടിയിരുന്നത്. തുടർന്ന് പറയുന്നു, വിശുദ്ധ ഖുർആൻ സാർവലൗകിക സാർവജനീന ഗ്രന്ഥമാണ് എന്നതിനെ കുറിച്ച് ആ മഹാത്മാവ് പറയുന്നു. ഓർക്കുക, യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആരംഭഘട്ടത്തിലും ഒരു വെളിപാട് ഗ്രന്ഥം മനുഷ്യന് കിട്ടേണ്ടതും നിർബന്ധം തന്നെയായിരുന്നു. ഇനി ആരെങ്കിലും ചോദിക്കുകയാണ്, ആരംഭ കാലഘട്ടത്തിൽ മനുഷ്യകുലത്തിന് മൊത്തമായി ഒരു ഗ്രന്ഥം എന്തുകൊണ്ട് ലഭിച്ചില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു സമുദായത്തിന് വെവ്വേറെ നിലയിൽ വെവ്വേറെ ഗ്രന്ഥങ്ങളാണ് നൽകപ്പെട്ടത്. അതിന് കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി ഇതാകുന്നു: ആരംഭകാലത്ത് വളരെ കുറഞ്ഞ ജനത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജനത എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ മാത്രമുള്ള അംഗബാഹുല്യം പോലും അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഒരു ഗ്രന്ഥം തന്നെ ധാരാളമായിരുന്നു. പിന്നീട് ലോകത്ത് മനുഷ്യൻ പരക്കുകയും ഭൂമിയുടെ ഓരോ ഭാഗത്തും ജനതകൾ ഉണ്ടാകുകയും ചെയ്തു. വിദൂരതകൾ കാരണം ഒരു ജനതയുടെ അവസ്ഥകളെക്കുറിച്ച് മറ്റൊരു ജനതയ്ക്ക് അറിയാൻ തന്നെ പ്രയാസമായ കാലഘട്ടം വന്നു. അങ്ങനെയുള്ള കാലത്ത് അള്ളാഹുവിന്റെ യുക്തി ഇച്ഛിച്ചത് ഓരോ ജനതക്കും വെവ്വേറെ പ്രവാചകന്മാരും ദൈവിക ഗ്രന്ഥങ്ങളും നൽകപ്പെടണമെന്നാണ്. അങ്ങനെയാണ് വെവ്വേറെ ജനതകളായതും വെവ്വേറെ ഗ്രന്ഥങ്ങളും ഉണ്ടായതും. പ്രാരംഭത്തിൽ ഒരു ജനത ഒരു ഗ്രന്ഥം തന്നെയായിരുന്നു, ന്യൂനപക്ഷമായിരുന്നവ. അങ്ങനെയാണ് സംഭവിച്ചതും. പിന്നീട് മനുഷ്യൻ പുരോഗതി പ്രാപിക്കുകയും പരസ്പര കൂടിക്കാഴ്ചക്കുള്ള ഗതാഗത സൗകര്യങ്ങളും ആശയവിനിമയ മാർഗങ്ങളും പുരോഗതിച്ചപ്പോൾ
അതുപോലെ ഇന്ന ഭൂപ്രദേശങ്ങളിൽ മനുഷ്യൻ വസിക്കുന്നു എന്ന് പൊതുവെ ജനങ്ങൾക്ക് അറിവ് ലഭിച്ചപ്പോൾ അള്ളാഹു ആഗ്രഹിച്ചത് അവരെ എല്ലാവരും വീണ്ടും ഒറ്റ ജനത പോലെ ആക്കണമെന്നും വിഘടിച്ചു പോയവരെയൊക്കെ ഒന്നിച്ചു ചേർക്കണമെന്നുമായിരുന്നു. അപ്പോൾ അള്ളാഹു എല്ലാ നാടുകൾക്കും വേണ്ടി ഒരു ഗ്രന്ഥത്തെ അയച്ചു. തുടർന്ന് ആ ഗ്രന്ഥത്തിലെ കൽപ്പനകൾ എല്ലാവർക്കും ഒരുപോലെ സ്വീകരിക്കേണ്ട നിലയിലുള്ളതായിരുന്നു. ഈ ഗ്രന്ഥം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഏത് നാടുകളിൽ എത്തുകയാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരത് സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് അവരുടെ ബാധ്യതയായി മാറി. ആ ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. അത് എല്ലാ രാജ്യങ്ങളിലുമുള്ള ജനങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. വിശുദ്ധ ഖുർആന് മുമ്പ് വന്ന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ പ്രത്യേക ജനതകൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അതായത് ഒരു സമുദായത്തിന് വേണ്ടി മാത്രമായതായിരുന്നു. സിറിയക്കാർക്കും പേർഷ്യക്കാർക്കും ഇന്ത്യക്കാർക്കും ചൈനക്കാർക്കും ഈജിപ്തുകാർക്കും റോമക്കാർക്കും വന്ന ഗ്രന്ഥങ്ങളൊക്കെ തന്നെ അവരുടെ റസൂലും പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടേതായ ജനതകൾക്ക് വേണ്ടി മാത്രം പ്രത്യേകപ്പെട്ടവരായിരുന്നു. എന്നാൽ എല്ലാ ഗ്രന്ഥങ്ങൾക്കും ശേഷം വന്ന വിശുദ്ധ ഖുർആൻ ഒരു ആഗോള ഗ്രന്ഥമാകുന്നു. അത് ഏതെങ്കിലും പ്രത്യേക സമുദായത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് സർവ്വജനതയ്ക്കും വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ക്രമേണ ഒറ്റക്കെട്ടായി ഒറ്റ ജനതയായി തീരാൻ പോകുന്ന ഒരു സമുദായത്തിന് വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന് വേണ്ടി വിവിധ ജനതകൾക്ക് ഏകത്വത്തിന്റെ നിറം പകരാൻ സംവിധാനം ഉളവാക്കുകയുണ്ടായി. ഒരു സമുദായമായി തീരാൻ അനിവാര്യമായ കൂടിക്കാഴ്ചകൾ അവർക്ക് എളുപ്പമായി തീരുകയും വർഷങ്ങളുടെ വഴികൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് താണ്ടാൻ കഴിയുന്ന അവസ്ഥ വരികയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞാലും വിദൂര രാജ്യങ്ങളിലുള്ള വാർത്തകൾ അറിയാൻ കഴിയാതിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ നിമിഷ നേരം കൊണ്ട് എത്തുമാറായി. ലോകത്ത് ഒരു വലിയ വിപ്ലവം സംജാതമാകുന്നു. സാംസ്കാരികമായ നീർച്ചാലുകളുടെ വഴികൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്നത് എന്തെന്നാൽ ലോകത്ത് പരന്നു കിടക്കുന്ന എല്ലാ ജനതകളെയും ഒറ്റ സമുദായമാക്കണമെന്നും സഹസ്രാബ്ദങ്ങളായി പിരിഞ്ഞിരിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടണമെന്നുമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് എന്നാണ്. ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിലുള്ളതാണ്. വിശുദ്ധ ഖുർആൻ മാത്രമാണ് വ്യക്തമായ നിലയിൽ എല്ലാ സമുദായങ്ങളോടും ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അതായത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. എല്ലാ ജനങ്ങളോടും പറയുക, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആഗതനായ പ്രവാചകനാകുന്നു. വീണ്ടും പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതായത് ഞാൻ നിന്നെ സകല ലോകങ്ങൾക്കും അനുഗ്രഹമല്ലാതെയായി അയച്ചിട്ടില്ല. തുടർന്ന് പറയുന്നു, ലിയകൂന ലിൽ ആലമീന നസീറ. അതായത് നാം ഇതിനെ ലോകത്തിന് മുഴുവനും താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ് അയച്ചിട്ടുള്ളത്. മാത്രമല്ല നാം വളരെ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയാണ്, വിശുദ്ധ ഖുർആന് മുമ്പ് തന്നെ ഒരു ദൈവിക ഗ്രന്ഥവും ഇത്തരം വാദം ഉന്നയിച്ചിട്ടില്ല. മറിച്ച് ഓരോ ഗ്രന്ഥവും അവയുടെ നിയോഗോദ്ദേശം തന്റെ ജനതയ്ക്ക് വേണ്ടി മാത്രം നിജപ്പെടുത്തുകയാണ് ചെയ്തത്. എത്രത്തോളം എന്നാൽ ക്രിസ്ത്യാനികൾ പിന്നീട് ദൈവമാക്കിയ പ്രവാചകന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളും ഞാൻ ഇസ്രായേലിന്റെ കാണാതെ പോയ ആട്ടിൻപറ്റങ്ങളിലേക്ക് അല്ലാതെ നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ഹസ്രത്ത് ഈസാ അലൈഹി സ്വലം ബൈബിളിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ അവസ്ഥകളിൽ വിശുദ്ധ ഖുർആന്റെ പൊതുവായ പ്രചാരണ ദൗത്യം യഥാസമയത്താണെന്ന് സാക്ഷ്യം വഹിക്കുന്നുമുണ്ട്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ ആഗമന ഘട്ടത്തിൽ പൊതുവായ സന്ദേശ പ്രചരണത്തിലുള്ള കവാടം തുറന്നിരുന്നു. തുടർന്ന് വിശുദ്ധ ഖുർആന്റെ 4 ലക്ഷ്യങ്ങളെക്കുറിച്ച് 4 അടിസ്ഥാന ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ മഹാത്മാവ് പ്രസ്താവിക്കുന്നു. ഓരോ വസ്തുവിനും 4 അടിസ്ഥാന കാരണങ്ങൾ ഉണ്ടാകും, ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇലലുൽ അർബ എന്നാണ് ഇതിന് പറയുന്നത്. അങ്ങനെ 4 അടിസ്ഥാന കാരണങ്ങൾ ഇവയാണ്. ഇല്ലത്തെ ഫായിലി, അതായത് അതിന്റെ കർത്താവ് ആരാണ്, ചെയ്യുന്നത് ആരാണത്, അതുപോലെ തന്നെ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. 2 ഇല്ലത്തെ സൂരി, അതിന്റെ ബാഹ്യവും പ്രായോഗികവുമായ വശങ്ങൾ എന്തൊക്കെയാണ്. 3-മത്തേത് ഇല്ലത്തെ മാദ്ദി, അതിന്റെ ബൗദ്ധികമായ നേട്ടങ്ങൾ എന്തെല്ലാമാണ്. 4-മത്തെ ഇല്ലത്തെ ഖായ്, അതിന്റെ യഥാർത്ഥ കാരണം എന്താണ്, ലക്ഷ്യം എന്താണ്. അതുപോലെ അടിസ്ഥാനപരമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്. ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആന്റെ 4 അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ച്, അടിസ്ഥാന ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പരാമർശിക്കുന്നത്. പറയുന്നു, ഇതിന്റെ ഇല്ലത്തെ ഫായിലി, കർത്താവ് എന്നത് അലിഫ് ലാം മീം ആണ്. അലിഫ് ലാം മീം എന്നതിന് അന അല്ലാഹു ആലം, അതായത് ഞാൻ അല്ലാഹു എല്ലാം അറിയുന്നവനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. സാലിക്കൽ കിതാബ്, അതായത് ഈ ഗ്രന്ഥം ദൈവ സമക്ഷത്തിൽ നിന്ന് വന്നതാണ് എന്നതാണ് ഇല്ലത്തെ മാദ്ദി, ഭൗതിക നേട്ടത്തിനുള്ള കാരണം.
അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അതിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ നേടാനാകും. ഇല്ലത്തെ സൂരി അഥവാ ബാഹ്യമായ ഇതിന്റെ ലക്ഷ്യം ലാ റൈബ ഫീഹി എന്നതാണ്. അതായത് ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതയും പൂർണ്ണതയും അതിൽ യാതൊരു സംശയവുമില്ല, സന്ദേഹത്തിനിടവുമില്ല എന്നതാണ്. പകരം വെക്കാനില്ലാത്ത മനോഹരമായ അധ്യാപനമാണ് അത്. ഇതിലെ കാര്യങ്ങൾ സുസ്ഥിരമായതാണ്, യുക്തിസഹവും പ്രബുദ്ധവുമാണ്. ഇവയുടെ വാദങ്ങൾ ഹുദല്ലിൽ മുത്തഖീൻ അഥവാ ഭയഭക്തി ഉള്ളവർക്ക് സന്മാർഗം എന്നതാണ് ഈ ഗ്രന്ഥത്തിന്റെ ഇല്ലത്തെ ഗായി, അടിസ്ഥാന ലക്ഷ്യം. ഈ ഗ്രന്ഥത്തിന്റെ അവതരണ ഉദ്ദേശവും ലക്ഷ്യവും ഇതായിരിക്കണം ഒരു യഥാർത്ഥ വേദഗ്രന്ഥത്തിന്റെ ലക്ഷ്യം ആയിരിക്കേണ്ടത്. സൂറ ബക്കറയിലെ 1, 2, 3 ആയത്തുകൾ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ ഇല്ലത്തെ ഗായി പരമപ്രധാനമായി ലക്ഷ്യമായി തഖ്വ ഭയഭക്തിയാണ് വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഉയർന്ന തലത്തിലുള്ള അനിവാര്യമായ കാര്യമാണെന്ന് അതിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതിനാൽ രണ്ടാമത്തെ സൂറത്ത് തുടങ്ങിയപ്പോൾ അലിഫ് ലാം മീം സാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ എന്നാണ് തുടങ്ങിയത്. വിശുദ്ധ ഖുർആന്റെ ഈ ക്രമം മഹത്തായ ഉദ്ദേശലക്ഷ്യങ്ങളുള്ളതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അള്ളാഹു ഇതിൽ 4 മൂല കാരണങ്ങൾ വിവരിച്ചിരിക്കുന്നു. ഇല്ലത്തെ ഫായിലി, ഇല്ലത്തെ മാദി, സൂരി, ഗായി എന്നിവ. എല്ലാ വസ്തുക്കൾക്കും ഈ 4 മുഖ്യ കാരണങ്ങളാണ് ഉണ്ടാകുക. വിശുദ്ധ ഖുർആൻ പരിപൂർണമായ നിലയിൽ ഇത് പ്രകടമാക്കുന്നു. അലിഫ് ലാം മീം എന്ന് സൂചിപ്പിക്കുന്നത് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്നാണ്. അവനാണ് ഈ വചനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുമേൽ അവതരിപ്പിച്ചത്. അള്ളാഹുവാണ് അതിന്റെ കർത്താവ്. ദാലിക്കൽ കിതാബ് അതിന്റെ ഭൗതിക കാരണമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അഥവാ വിശുദ്ധ ഖുർആൻ അതിന്റെ ഇല്ലത്തെ മാദി എന്നത് അഥവാ നമ്മുടെ കൈവശമുള്ള വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് തന്റെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് എന്നാണ്. ലാ റൈബ ഫീഹി എന്നത് ഇല്ലത്തെ സൂര്യാണ്. അഥവാ എല്ലാ വസ്തുക്കളിലും സംശയങ്ങളും ദുർധാരണകളും ഉണ്ടായേക്കാം. എന്നാൽ വിശുദ്ധ ഖുർആൻ സംശയഗ്രസ്തമല്ലാത്ത ഒരു ഗ്രന്ഥമാണ്. ഒരു സന്ദേഹത്തിനുമിടയില്ല. ലാ റൈബ് അതിനു വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു താല ഈ ഗ്രന്ഥത്തിന്റെ മഹത്വം ലാ റൈബ് ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഓരോ സദ്വൃത്തനും അനുഗ്രഹീതനുമായ വ്യക്തിയുടെ ആത്മാവ് സന്തോഷിക്കുകയും അതിലെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആന്റെ പരിപൂർണവും പരിപാവനവുമായ മഹത്വപൂർണമായ ശ്രേഷ്ഠതകൾ അതുപോലെ പ്രത്യേകതകൾ ലോകത്തിന് മുമ്പാകെ വേണ്ട വിധത്തിൽ അവതരിക്കപ്പെടുന്നില്ല എന്ന് നാം വളരെ വ്യസനത്തോടെ പറയുകയാണ്. വാസ്തവത്തിൽ അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ആകർഷണം അതിൻ്റെ മനോഹാരിത എത്രത്തോളം ഉണ്ടെന്നാൽ ഹൃദയങ്ങൾ അനിയന്ത്രിതമായി അതിലേക്ക് വലിച്ചെടുപ്പിക്കപ്പെടുന്നതാണ്. അത്രമാത്രം ശക്തമായ സ്വാധീനമുള്ളതാണത്. ഉദാഹരണത്തിന് ഒരു സുന്ദരമായ പൂന്തോട്ടത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അതിലെ സുഗന്ധമുള്ള വൃക്ഷങ്ങളും ഹൃദ്യമായ ഔഷധ സസ്യങ്ങളും അരുവികളും ഒഴുകുന്ന ശുദ്ധജലമുള്ള നദികളെയും പുഴകളെയും പരാമർശിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിയും അത് സന്ദർശിക്കാനും ആസ്വദിക്കാനും ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നതാണ്. അതിൽ നിന്ന് ഫലമെടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സുദീർഘകാലമായുള്ള വളരെ പഴയ എന്നാൽ ഒരിക്കലും ഭേദപ്പെടാത്ത ചികിത്സയില്ലാത്ത രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ചില നീരുറവകൾ അതിൽ ഒഴുകുന്നുവെന്ന് കൂടി പറയുകയാണെങ്കിൽ ആളുകൾ വളരെ ആവേശത്തോടെയും താല്പര്യത്തോടെയും അവിടേക്ക് ഓടിയെടുക്കുന്നതാണ്. അപ്രകാരം വിശുദ്ധ ഖുർആന്റെ ഗുണങ്ങളെയും പ്രത്യേകതകളെയും വളരെ മനോഹരവും ഫലപ്രദവുമായ വാക്കുകൾ വിവരിച്ചാൽ മനുഷ്യാത്മാക്കൾ പൂർണ്ണ ആവേശത്തോടെ അതിലേക്ക് കുതിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ആത്മാവിന്റെ സാന്ത്വനവും സന്തോഷവും ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ അതുപോലെ ആത്മാവിന്റെ യഥാർത്ഥ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലാണുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞത്. അതായത് ഭയഭക്തർക്ക് അതിൽ സന്മാർഗമുണ്ട്. മറ്റൊരിടത്ത് പറയുന്നു ലാ യമുസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, അതായത് ശുദ്ധീകരിക്കപ്പെട്ടവരല്ലാതെ ആർക്കും അതിനെ സ്പർശിക്കാനാകുകയില്ല. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹുദല്ലിൽ മുത്തഖീൻ എന്നതിൽ പറഞ്ഞിട്ടുള്ളത് മുത്തഖീങ്ങളെ കുറിച്ചാണ്. ഖുറാനിക ജ്ഞാനത്തിന്റെ പ്രകടനത്തിന് ഭയഭക്തി ഒരു നിബന്ധനയാണ്. അതിൽ നിന്നും അക്കാര്യമാണ് ഹുദല്ലിൽ മുത്തഖീൻ എന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ തഖ്വയിൽ നിന്നും വിദൂരപ്പെട്ടിട്ടുള്ള ഇന്നത്തെ നാമധാരികളായ ഓലമാക്കൾ പണ്ഡിതന്മാർ
വിശുദ്ധ ഖുറാനിക അധ്യാപനങ്ങളെ ഇസ്ലാമിൻ്റെ എതിരാളികൾക്ക് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അവസരങ്ങൾ നൽകുന്ന വിധത്തിലാണ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മിൽ ഭക്തി വളർത്തിയെടുത്തുകൊണ്ട് ഈ അധ്യാപനത്തിൻ്റെ ഗുണങ്ങൾ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രകടമാക്കേണ്ടത് അഹമ്മദികളായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിശുദ്ധ ഖുർആൻ എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ഔഷധമാണെന്നും അത് അയച്ച ദൈവം ലോകത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് അത് അയച്ചതെന്നും ലോകത്തോട് പറയേണ്ടത് നാമാണ്. അള്ളാഹു നമുക്ക് തഖ്വ കരസ്ഥമാക്കിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവ വളരെ ആഴത്തിലുള്ള വിഷയങ്ങളാണ്. വളരെ അവധാനതയോടെ കേൾക്കേണ്ടതും വളരെ ശ്രദ്ധാപൂർവം പ്രാവർത്തികമാക്കേണ്ടതുമാണ്. വിശുദ്ധ ഖുർആൻ വളരെ സശ്രദ്ധം പാരായണം ചെയ്യേണ്ടതുണ്ട്. ഇനി ഞാൻ ദുആക്ക് വേണ്ടി വിളംബരപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ബംഗ്ലാദേശിൽ ജൽസ സാലാന നടക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അവരുടെ ജൽസയുടെ ആദ്യ ദിവസമായിരുന്നു. എന്നാൽ അവിടെ വിരോധികൾ അവരെ ആക്രമിക്കുകയുണ്ടായി. ജൽസഗാഹിലും കടന്നാക്രമണം നടത്തുകയുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. ജൽസഗാഹിൻ്റെ പുറത്തു നിന്നും പെട്ടെന്ന് അവർ കയറി ആക്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ആക്രമണത്തിൽ പലർക്കും പരിക്കേറ്റു, ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആ പ്രദേശത്തുണ്ടായിരുന്ന അഹമ്മദികളുടെ ചില വീടുകളും അവർ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്. ഇതുവരെ ലഭ്യമായ വാർത്തകളനുസരിച്ച് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പൂർണ്ണമായും തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അള്ളാഹു അഹമ്മദികളെ ഈ ശത്രുക്കളുടെ ദ്രോഹങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ശത്രുക്കളെ പിടികൂടുകയും ചെയ്യുമാറാകട്ടെ. ഇനി ആ വിരോധികൾക്ക് വേണ്ടി സന്മാർഗത്തിന് വേണ്ടി ഒരിക്കലും ദുആ ചെയ്യാൻ സാധിക്കുന്നതല്ല. അല്ലാഹുമ്മ മസ്ദിഖുഹും കുല്ല മുമസ്ദിഖിൻ വസഹിഖുഹും തസ്ഹീഖ എന്ന പ്രാർത്ഥന മാത്രമാണ് അവർക്ക് വേണ്ടി നമ്മുടെ നാവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നത്. അതുപോലെ പാകിസ്ഥാനിലെ സ്ഥിതിക്ക് വേണ്ടി അവിടെ ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അവിടെയും അഹമ്മദികളുടെ അവസ്ഥകൾ ശരിയാക്കുമാറാകട്ടെ. ബുർക്കിന ഫാസോയിലും ഇപ്പോഴും അപകടങ്ങൾ വിട്ടുമാറിയിട്ടില്ല. അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അതുപോലെ അൾജീരിയയിൽ അഹമ്മദികൾക്കെതിരെ ചില കേസുകളുണ്ട്. അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും അഹമ്മദികളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബംഗ്ലാദേശിൽ ഞാൻ പറഞ്ഞതുപോലെ അവിടെയുള്ള ഭരണകൂടം ഉറപ്പു നൽകിയത് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ജലസ നടത്തിക്കൊള്ളുക, ഞങ്ങൾ പൂർണ്ണമായും സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നു എന്നായിരുന്നു. എന്നാൽ കലാപകാരികളും തീവ്രവാദികളും അതുപോലെ തന്നെ യാഥാസ്ഥികരായ മുല്ലാക്കളും തങ്ങളുടെ കൂട്ടാളികളുമായി അവിടെ എത്തിയപ്പോൾ പോലീസ് വെറും കാഴ്ചക്കാരായി നിലകൊള്ളുകയായിരുന്നു. അവർ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല. ഏതായാലും നമ്മൾ അള്ളാഹുവിന് കുമ്പിടുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അള്ളാഹു നമ്മുടെ സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم
ولذكر الله أكبر.